ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്നിപ്പോ പറയുന്നത് ഇനിയിപ്പോ അടുത്ത പോരാട്ടം AP അനിൽകുമാറിനെതിരെയാണ്, വണ്ടൂരിലേക്കാണെന്ന്. നിങ്ങൾ തന്നെ സമ്മതിച്ചു, അദ്ദേഹം ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുന്നത്. ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാ, നിങ്ങൾ മനസ്സിലാക്കാൻ അല്പം ലേറ്റായി പോയതുള്ളൂ. അൻവർ ഇപ്പോൾ ഒരു ഫാക്ടറേ അല്ലല്ലേ? ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിഗത ഫാക്ടർ ആണോ അല്ലോ എന്ന് പരിശോധിക്കേണ്ടതേ ഇല്ല. ഞങ്ങളിത് രാഷ്ട്രീയമാണ്, കേരള രാഷ്ട്രീയമാണ്. നിലമ്പൂരുകാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പോളിംഗ് ബൂത്തിൽ പോകുന്നത് എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ മത്സരമായിട്ട് തന്നെ UDF അതിനെ കാണുകയും അതിൽ മുന്നേറുകയും ചെയ്തു, അതിൽ വിജയിക്കുകയും ചെയ്യും. ഈ നിലപാട് നിലമ്പൂർ നല്ല ഭൂരിപക്ഷം, കംഫർട്ടബിൾ മെജോറിറ്റി തന്നെ. ഡിപ്പെൻസ് അപ്പോൺ ഡെവലപ്മെൻറ്റ്സ്. ഒരു വ്യക്തിയോടുമുള്ള സമീപനം ആ വ്യക്തിയുടെ സമീപനത്തെ കൂടി ആശ്രയിച്ചിരിക്കും. പ്രസ്ഥാനങ്ങളോടുള്ള സമീപനവും വ്യക്തിയോടുള്ള സമീപനവും അത് ഏകപക്ഷീയമല്ല, ഡിപ്പെൻസ് അപ്പോൺ ഡെവലപ്മെൻറ്റ്സ്. ഇനി ആരെയൊക്കെ വെല്ലുവിളിക്കാൻ ബാക്കി? അങ്ങനെയുള്ള ആളുകളോട് പിന്നെ എന്ത് സമീപനമായിരിക്കും എന്നുള്ളത് അത് ഇത് മനസ്സിലാക്കാമല്ലോ. ഡിപ്പെൻസ് അപ്പോൺ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിൽ വളരെയേറെ ഉത്കണ്ഠയുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകൾ, ആൾക്കൂട്ട വിചാരണ തെറ്റാണ്. അത് പോലീസ് കാര്യമായ നടപടി എടുക്കണം. അതിലെ പ്രതികളെ എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ആ കുടുംബത്തിൻ്റെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കണം. അതെ, അത് നമ്മളുടെ ഞാൻ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഇൻഡിവിജ്വലി ഞാൻ കക്ഷി ചേർക്കുന്നില്ല, സർക്കാരിനെ കക്ഷി ചേർക്കുന്നില്ല. അന്വേഷണം നടക്കട്ടെ. അത് നമ്മളുടെ തെറ്റിൻ്റെ തെറ്റായ പ്രവണതയുടെ സൂചനയാണത്. അത് തിരുത്താൻ എല്ലാവർക്കും സാധിക്കണം. സംഘടനകളാണെങ്കിൽ അവർ പ്രത്യേകമായിട്ട് അണികളെ നല്ലതിനു വേണ്ടി പരിശീലിപ്പിക്കണം. ആർക്കും നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല, അധികാരമില്ല. ആരും അവരെ അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. മനസ്സിലാക്കണം, അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം. അത് നേരത്തെ ഗവർണറോട് ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ആ ഗവർണറെ താലോലിക്കാനും ഇപ്പോഴത്തെ ഗവർണർ വന്നപ്പോൾ അദ്ദേഹത്തിന് ചുവന്ന പരവതാനി വിരിക്കാനും തയ്യാറായവരാണ് തിരുത്താനിപ്പോൾ നിർബന്ധിതരായിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന വ്യക്തമായ കാഴ്ചപ്പാട് കോൺഗ്രസിനുണ്ട്. പ്രതിഷേധത്തിന് വേണ്ടിയാകരുത്, അത് ഞാൻ പറഞ്ഞു. ആദ്യം വലിയ ധാരണയായിരുന്നു. എപ്പോഴാണ് ധാരണ പൊട്ടിപ്പുറപ്പെടുക എന്നറിയില്ല. അകൽച്ചയും നാടകീയമാകരുത്, അടിസ്ഥാനപരമായിരിക്കണം. ചിലത് നമ്മൾ കണ്ടല്ലോ, നിയമസഭയിൽ തന്നെ കണ്ടതല്ലേ. ഗവർണറെ സംരക്ഷിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പ്രതിപക്ഷ MLA-മാരെ എത്ര കണ്ട് അടിച്ചൊതുക്കാനാണെന്ന് നിയമസഭയിൽ ശ്രമിച്ചതെന്ന് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തന്നെ ജനങ്ങൾ കാണിച്ചു കൊടുത്തല്ലേ. ശരി, താങ്ക് യു. അത് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദേശീയ പതാക ജനങ്ങളുടെ ഹൃദയത്തിൽ കലർന്നതാണ്. ആ ദേശീയ പതാകയുടെ ത്രിവർണ്ണ കളർ അത് രാജ്യത്തിൻ്റെ കളറാണ്. അതാർക്കും മാറ്റാൻ വേണ്ടി കഴിയില്ല.